തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാർ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയെ ചൊല്ലി നഗരസഭ അടിയന്തര കൌൺസിൽ യോഗത്തിൽ ബഹളം. ഇതോടെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ കാവലിൽ കൌൺസിൽ യോഗം ചേർന്നു. യോഗത്തിൽ ഭരണപക്ഷ കൌൺസിലർ KS അനൂപ് പ്രമേയവുമായി രംഗത്തെത്തി. എന്നാൽ അടിയന്തര കൌൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടോ എന്ന ചോദ്യവുമായി BJP അംഗം ശോഭ ഹരിനാരായണൻ എഴുന്നേറ്റു. സെക്രട്ടറി കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ചർച്ച വേണമെന്ന ആവശ്യമായി പ്രതിപക്ഷ കൌൺസിലർമാരും രംഗത്തെത്തി. മുമ്പ് കൌൺസിൽ യോഗം ഐക്യകണ്ഠേന എടുത്ത തീരുമാനം എങ്ങനെ സെക്രട്ടറിക്ക് മാറ്റാൻ കഴിയുമെന്ന് KS അനൂപ് ചോദിച്ചു. ഫുട്ബോൾ മത്സരങ്ങൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടം വരുത്തുമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് പ്രതിപക്ഷ അംഗമായ ആൻഡോ തോമസാണ് സെക്രട്ടറിക്ക് നൽകിയതെന്നുള്ള ആരോപണവും യോഗത്തിൽ ഭരണപക്ഷം ഉയർത്തി. ഇതോടെ കത്തിനെ ചൊല്ലി ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കത്ത് താൻ നൽകിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ രാജിക്കത്ത് നൽകുമെന്നും ആൻഡോ തോമസ് പറഞ്ഞു. ഇതോടെ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കത്ത് നൽകിയതാരാണെന്ന് വായിക്കാൻ ആവശ്യപ്പെട്ടു. നഗരസഭാ പ്രതിപക്ഷ നേതാവായ ബഷീർ പൂക്കോടാണ് കത്ത് സെക്രട്ടറിക്ക് കൈമാറിയതെന്ന് യോഗത്തിൽ വായിച്ചു. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതിനായി ഇതുപോലെ അപേക്ഷ നൽകിയ മറ്റ് സംഘടനകളുണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനകീയമായി നടത്തണമെന്ന് താൽപര്യപ്പെടുന്നു എന്ന് ബഷീർ പൂക്കോട്. ഇതോടെ ആൻഡോ തോമസിനെതിരെ ആരോപണമുന്നയിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. തുടർന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദം രൂക്ഷമായി. ചെയർപേഴ്സന് മുന്നിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കടന്നുവന്നു. തുടർന്നും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കുപോര് തുടർന്നു. ഇതോടെ പുറത്തുണ്ടായിരുന്ന പോലീസ് ജാഗരൂകരായി. 15 മിനിറ്റോളം ബഹളം നീണ്ടുനിന്നു. അടുത്ത ദിവസം തന്നെ അടിയന്തരമായി സംഘാടക സമിതി യോഗം ചേർന്ന് ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ യോഗത്തെ അറിയിച്ചതോടെയാണ് ബഹളം ശമിച്ചത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.